നമ്മൾ പലപ്പോഴും തൊട്ടാവാടി കഴിക്കുന്നത് ആട് കഴിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ തൊട്ടാവാടിയുടെ അത്ഭുത ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടും. അപ്പോൾ തൊട്ടാവാടിക്ക് അതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിമിങ് മിമോസ പുതീക്ക എന്നാണ്. ഒരുപാട് റിസർച്ചുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പബ്മെഡിൽ ജസ്റ്റ് ഒന്ന് മിമോസ പുതീക്ക എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പഠനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾ നമ്മൾ ആട്ടിറച്ചി കഴിക്കുന്ന ആളുകളാണ്. ആടിൻ്റെ ഒരു ശക്തിയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒന്ന് ജനറ്റിക്സ് ആണ്, മറ്റൊന്ന് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ആട് കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് തൊട്ടാവാടി ഇലകൾ. അപ്പോൾ ഇലകളുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് വേറെ വിഷയം ഇട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തൊട്ടാവാടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ പഠനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയ ആണ്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ്, ആൻറ്റി ഏജിങ് ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് നീരിൻ്റെ പ്രശ്നങ്ങൾ പല ആളുകൾക്കും, ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിൽ 90% ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് നീര് വരിക, വെയിറ്റ് കൂടി പോകുന്നു. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് കൂടുന്നതാണ്. ഇൻഫ്ലമേഷൻ കാരണം വെയിറ്റ് കൂടുന്നതാണ്. അതുപോലെ ബോഡിയിൽ ഷുഗറിൻ്റെ ഇൻസുലിൻ്റെ അളവ് കൂടുതൽ കാരണം പലപ്പോഴും പ്രമേഹ രോഗികളൊക്കെ പേടിക്കാറുള്ളത് പ്രമേഹം വന്നു കഴിഞ്ഞാൽ പാങ്ക്രിയാസ് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ നമ്മൾ പ്രമേഹ രോഗികളെ ടെസ്റ്റ് ചെയ്യുമ്പം അവരുടെ ഇൻസുലിനൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പല ആളുകൾക്കും ഇൻസുലിൻ കൂടുതലാണ്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് ഇൻഫ്ലമേഷന് കാരണമാണ്. അപ്പോൾ ഇൻഫ്ലമേഷന് കുറയ്ക്കാൻ ഏറ്റവും നല്ല മെഡിസിനാണ് തൊട്ടാവാടി. തൊട്ടാവാടി കൃഷി ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ കൃഷി ചെയ്തിട്ട് ഇത് ഉണക്കിയിട്ട് പാക്ക് ചെയ്ത് വലിയ പ്രൈസിന് വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉള്ള ഒരു വലിയൊരു മെഡിസിനാണ്. അപ്പോൾ ഇത് അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ ആൻറ്റി ഏജിങ്. നമുക്ക് പല ആളുകൾക്കും പ്രായം അധികം തോന്നുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പല മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചായ കുടിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ചായ ഉപയോഗിച്ചാൽ മതി. അവർക്ക് നിർബന്ധമാണെങ്കിൽ ചായപ്പൊടി വേണം കുറച്ചൊക്കെ ഇടുക. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി വളരെ സിമ്പിളാണ്. നമ്മളെന്ത് ചെയ്യുക, ഈ ഇലയും വേരും തണ്ടൊക്കെ എടുത്തിട്ട് കഷ്ണങ്ങളാക്കി മുറിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ അടച്ചു വെച്ച് തിളപ്പിക്കുക. പല ആളുകളും ഗ്രീൻ ടീ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഗ്രീൻ ടീ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ തൊട്ടാവാടിയുടെ ചായ നിങ്ങൾക്ക് ഉപയോഗിക്കുക. നിർബന്ധം മധുരം നിർബന്ധമുള്ളത് കുറച്ച് മധുരമുള്ള നല്ല ശർക്കര ഉപയോഗിക്കുക. അപ്പോൾ അടച്ചു വെച്ച് തിളപ്പിക്കുക. ഈ അടച്ചു വെച്ച് തിളപ്പിക്കാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂടി എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ വേർപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോഷണങ്ങളൊക്കെ മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ഒരുപാട് പോഷണങ്ങൾ പുറത്തോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കണം. അടച്ചു വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വന്നിരുന്ന വേപ്പേഴ്സൊക്കെ എന്ത് ചെയ്യുക, ഇതിലേക്ക് തന്നെ ആക്കുക. നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ, ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ നീരൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, മുട്ടിനൊക്കെ നീര് വന്നവർക്ക്, അതുപോലെ തേയ്മാനമുള്ളവർക്ക്, ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ ഈ തൊട്ടാവാടി അരച്ച് തേക്കുക. മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് വളരെ എളുപ്പമാണ്. നിങ്ങളതെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിന് മുകളിൽ തേക്കുക. അപ്പോൾ ഇൻഫ്ലമേഷന്, ആൻറ്റി ഏജിങ്, അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോപ്പർട്ടീസ്, നമുക്ക് വേദനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തൊട്ടാവാടി തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുക. അതുപോലെ വേദന പെട്ടെന്ന് ശമിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് അവിടെ അരച്ച് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.